യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നാം വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. യേശു ജെറുസലേം പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ വിശുദ്ധ വാരം ആരംഭിക്കുന്നു. ജെറുസലേം പട്ടണത്തിൽ പ്രവേശിച്ചതിന് ശേഷം യേശു ഏറ്റവും ആദ്യം ചെയ്ത കാര്യം ദേവാലയം സന്ദർശിച്ച് ദേവാലയത്തെ വിശുദ്ധീകരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 12 മുതൽ 17 വരെ വചനങ്ങളിൽ ഈ സംഭവം വിവരിക്കപ്പെട്ടിരിക്കുന്നു. ഈ വചനഭാഗത്ത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്നാമതായി ഈശോ ദേവാലയത്തിലേക്ക് പോകുന്നു. അവിടെ ഉണ്ടായിരുന്ന നാണയമാറ്റക്കാരെയും പ്രാവ് വിൽപ്പനക്കാരെയും പുറത്താക്കി ദേവാലയം വിശുദ്ധീകരിക്കുന്നു. എന്തുകൊണ്ടാണ് യേശു അങ്ങനെ ചെയ്തത്? അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെ വ്യാപാരം നടന്നു എന്ന കാര്യം വാസ്തവമാണ്. എന്നാൽ അത് നല്ല ഉദ്ദേശത്തോടെ അവർ ആരംഭിച്ച ഒരു കാര്യമാണ്. അത് പിന്നീടാണ് തെറ്റായി മാറിയത്, തെറ്റായ രീതിയിലേക്ക് പോയത്. ഇസ്രായേൽ ജനം വർഷത്തിൽ 3 പ്രാവശ്യം ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി കാഴ്ചകൾ അർപ്പിക്കണം. 3 തീർത്ഥാടന തിരുനാളുകളാണ് അവർക്കുണ്ടായിരുന്നത്. പെസഹ തിരുനാൾ, പെന്തക്കോസ്ത് തിരുനാൾ, കൂടാര തിരുനാൾ. ഇതിൽ പെസഹ തിരുനാളിന്റെ സന്ദർഭത്തിലാണ് യേശു ജെറുസലേം പട്ടണത്തിലേക്ക് പോകുന്നതും ദേവാലയം വിശുദ്ധീകരിക്കുന്നതും. ഈ തീർത്ഥാടന തിരുനാളിന്റെ സന്ദർഭത്തിൽ ബലിയർപ്പിക്കാനായി അവർക്ക് ജന്തുക്കള്, പ്രാവുകള് വേണം. എന്നാൽ ഓരോരുത്തരോടും അവരുടെ ഗ്രാമങ്ങളിൽ നിന്ന് ദീർഘദൂരം യാത്ര ചെയ്തു വരുമ്പോൾ ബലിയർപ്പിക്കാൻ ആവശ്യമായ ജന്തുക്കളെയോ പ്രാവുകളെയോ കൊണ്ടുവരിക പ്രായോഗികമായിരുന്നില്ല. അങ്ങനെ വരുന്ന ഭക്തരായ തീർത്ഥാടകർക്ക് ബലിയർപ്പിക്കാൻ സൗകര്യം നൽകുന്നതിന് വേണ്ടിയാണ് ദേവാലയ പരിസരത്ത് ഈ പ്രാവുകളെയും ആടുമാടുകളുടെയും വിൽപ്പന ആരംഭിച്ചത്. അതുപോലെ തന്നെ വിദൂരങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അവരുടെ കയ്യിൽ ജെറുസലേമിൽ ദേവാലയ നികുതി കൊടുക്കാനും ഇതുപോലെയുള്ള ബലിവസ്തുക്കൾ വാങ്ങുവാനും ആവശ്യമായ അവിടുത്തെ പണം അവരുടെ കയ്യിൽ ഉണ്ടാകുമായിരുന്നില്ല. ആ പണം മാറ്റിക്കൊടുക്കാൻ വേണ്ടിയാണ് നാണയമാറ്റം ആരംഭിച്ചത്. എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ അവരുടെ മുഴുവൻ ശ്രദ്ധ ഭക്തിയിൽ നിന്നും ബലിയിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും വഴിമാറി വ്യാപാരത്തിലേക്ക് മാറി. വ്യാപാരത്തിലായി അവരുടെ ശ്രദ്ധ. വ്യാപാരത്തിൽ അനീതി കടന്നു വന്നു. വാസ്തവത്തിൽ പ്രാവുകൾ പാവപ്പെട്ടവരുടെ കാഴ്ചവസ്തുവാണ്. ലേവ്യരുടെ പുസ്തകം 5-ാം അധ്യായം 7-ാമത്തെ വചനം പറയുന്നു, ജന്തുക്കളെ അർപ്പിക്കാൻ കഴിയാത്ത ദരിദ്രർ പ്രാവുകളെ അർപ്പിക്കേണ്ടതാണെന്ന്. അവിടെ അത് പ്രാവുകളുടെ കാഴ്ചവസ്തുവാണ്. എന്നാൽ അവരിൽ നിന്നും കൂടുതൽ പണം വാങ്ങുകയും അവരെ ബുദ്ധിമുട്ടിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവരോട് അന്യായം ചെയ്തു. നാണയമാറ്റക്കാരും ഇതുപോലെ അവരുടെ വ്യാപാരത്തിൽ അന്യായം ചെയ്തു. അങ്ങനെ ഈ ദേവാലയം അശുദ്ധമാക്കപ്പെട്ടു. അനീതി നിറഞ്ഞ പ്രവർത്തനം കൊണ്ട് ആ ദേവാലയം അശുദ്ധമാക്കപ്പെട്ടപ്പോൾ യേശു അങ്ങോട്ട് കടന്നു ചെല്ലുകയും ആ ദേവാലയത്തെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. യേശു അവരോട് പറഞ്ഞത് ഇതാണ്. യെശയ്യായുടെ പുസ്തകം 56-ാം അധ്യായം 7-ാമത്തെ വചനം ഉദ്ധരിച്ചുകൊണ്ട് ഈശോ ഇപ്രകാരം പറഞ്ഞു, ഇത് പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടണം. നിങ്ങൾ ഇതിനെ വ്യാപാരികളുടെ ഗുഹയാക്കി മാറ്റരുത്. ഇതിനെക്കുറിച്ച് ഇന്ന് നാം ചിന്തിക്കുമ്പോൾ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ദേവാലയത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ഈ ദേവാലയത്തെ അനീതി നിറഞ്ഞ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾ അശുദ്ധമാക്കരുത്. നമ്മിലുള്ള അശുദ്ധി, നമ്മിലുള്ള അനീതി കർത്താവ് കാണും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഈ ദേവാലയത്തിന്റെ അശുദ്ധിയെ പോലെ തന്നെയാണ് കർത്താവ് നമ്മളോടും പെരുമാറുക. അതുകൊണ്ട് ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ നിർമ്മലമായ ഹൃദയത്തോടെ, പരിശുദ്ധമായ മനസാക്ഷിയോടെ നമ്മൾ പ്രവേശിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തെയും നമ്മൾ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കണം. രണ്ടാമതായി ഈ വചനഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്, കുരുടരും മുടന്തരും യേശുവിന്റെ അടുത്തേക്ക് വന്നു. യേശു അവരെ സുഖപ്പെടുത്തി. അവരുടെ സമ്പ്രദായം അനുസരിച്ച് കുരുടർക്കും മുടന്തർക്കും ദേവാലയത്തിൽ അനുവാദം ഉണ്ടായിരുന്നില്ല. സാമുവേലിന്റെ 2-ാം പുസ്തകം 5-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ ഇങ്ങനെ ഒരു പഴമൊഴി നമുക്ക് കാണാൻ സാധിക്കും, കുരുടരും മുടന്തരും ദേവാലയത്തിൽ പ്രവേശിക്കരുത്. എന്നാൽ യേശു അവിടെ ഉണ്ടായിരുന്നപ്പോൾ അവരൊക്കെ വന്നു. യേശു അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അന്ന് വരെ സമൂഹം മാറ്റി നിർത്തിയവരെ യേശു ചേർത്ത് പിടിച്ചു. അന്ന് വരെ സമൂഹം അംഗീകരിക്കാത്തവരെ യേശു തന്റെ മക്കളായി സ്വീകരിച്ചു. അങ്ങനെ മനുഷ്യരെ തമ്മിൽ വേർതിരിച്ചിരുന്ന മതിലുകളെ
യേശു ഇല്ലാതാക്കി. എല്ലാവർക്കും വേണ്ടി വന്നവനാണ് താൻ എന്ന് സൂചിപ്പിച്ചു. എല്ലാവരുടെയും രക്ഷകനാണ് ഞാൻ എന്ന് ഈശോ പറയുകയാണ് ആ പ്രവൃത്തിയിലൂടെ ചെയ്തത്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് യേശുവിന്റെ സന്നിധിയിൽ എല്ലാവർക്കും സ്ഥാനമുണ്ട്. നമ്മൾ പാപം ചെയ്തിട്ടുണ്ടാകാം, ബലഹീനരാകാം, അയോഗ്യരാകാം, തെറ്റുപറ്റിയിട്ടുണ്ടാകാം. പക്ഷെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് പോകാം. മറ്റുള്ളവർ മാറ്റി നിർത്തിയവർക്കും വേർതിരിച്ചവർക്കും എല്ലാവർക്കും യേശുവിന്റെ സന്നിധിയിലേക്ക് പോകാം. യേശുവിന്റെ സന്നിധിയിൽ പാപിയും ബലഹീനനും അയോഗ്യനുമായ എനിക്ക് സ്ഥാനമുണ്ട്. മുടന്തരോടും കുരുടരോടും കരുണ കാണിച്ച യേശു എന്നോടും കരുണ കാണിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ ചിന്തകളോടെ ഈ വിശുദ്ധവാരത്തിൽ പരിശുദ്ധമായ ഒരു ജീവിതം കാഴ്ചവെക്കാൻ നമുക്ക് പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.